ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷം കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ഇക്ക ജ്യൂസ് മുന്തിരി കൊണ്ടുവന്നിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജ്യൂസ് മുന്തിരിയൊക്കെ കേകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതവിടെ പൊടി വാട്ടാൻ നിൽക്കുകയാണ് കേട്ടോ. ഇന്നും നെയ്സ് പത്തിരി തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ദിവസം അത് തന്നെയാണ് കേട്ടോ ചായക്കടി. പിന്നെ ഇതാ 2 പഴം ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം പഴുത്തിക്കണ്. അപ്പോൾ അതുകൊണ്ട് ഉന്നക്കായ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് കണ്ട് സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മുന്തിരിയൊക്കെ കണ്ട് ഓരോന്ന് വേറെടുത്ത് കാണാണ്ട് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊണ്ട് വേവിക്കാനായിട്ട് വെക്കുക. ഒന്ന് തിളപ്പിച്ചെടുത്ത് കാണാണ്ട് ജ്യൂസ് എടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പഴം അങ്ങോട്ട് പുഴുങ്ങി എടുക്കണമുണ്ട്. അങ്ങനെ എന്താ നമ്മുടെ പൊടിയൊക്കെ നല്ലോണം വാട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ പരത്തലുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിത് പൊടിയൊക്കെ കുഴച്ച് ഇപ്പോൾ ബോളൊക്കെ ആക്കി വെച്ചപ്പോൾ എൻ്റെ അച്ചുട്ടി എത്തിക്കണം കേട്ടോ. അവിടെ അച്ചുട്ടി നോലുമ്പൊക്കെ ഇന്നലെ അത്താഴത്തിനൊക്കെ എണീറ്റിട്ടാ. പക്ഷെ ഓള് ഇന്നലെ നോമ്പ് ഒരുട്ടില്ല ഇല്ലല്ലോ അച്ഛ. എന്നാ നോലുമ്പ് ഒരുക്കണേ ഓള് വലിയ ആളായിക്കാണ്ട് അത്താഴത്തിനൊക്കെ നീച്ചിന്ന്. എന്ത് നോൽക്കാഞ്ഞോ? മുറിച്ചില്ലേ? എന്താ മുറിച്ചത്? 4 മുറിച്ചാൻ പാടില്ലല്ലോ. വള്ളത്തി നോമ്പ് ഓൾ അമർത്താൻ വന്ന അല്ല നല്ല ഉഷാറിന് അമർത്തി കണ്ട് എൻ്റെ അച്ചു. ഇപ്പൊ മാറിക്ക എൻ്റെ അച്ചുട്ടി ഇതാ പത്തിരി അമർത്താൻ വേണ്ടിയിട്ട് കൈയൊക്കെ കെഗ്ഗി വന്നതാണ് കേട്ടോ. ഓളൊപ്പം കഴിച്ചിട്ട് താത്ത ഉറങ്ങിക്കണം, നോല് പോയിട്ട് കുഴങ്ങി ഉറങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റയൊക്കെ ഉള്ളൂ. അപ്പോൾ കളിച്ചാൻ പോവാൻ ഞാൻ വിട്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പത്തിരി അമർത്താനായിട്ട് എൻ്റെ കൂടെ കുത്തിരിക്കണം കേട്ടോ. നമ്മളും കുട്ടിക്കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ആ പത്തിരി ഇമ്മാർ അമർത്തണ നേരത്തെ അവസാനത്തെ 2 ഉരുള നമ്മൾ മാറ്റി വെക്കൂലേ കുട്ടിക്കാലത്തൊക്കെ. എന്നിട്ട് നമ്മൾ അമർത്താൻ വേണ്ടിയിട്ട് അതേമാതിരി ഞാൻ അമർത്താൻ പുറകെ നടക്കണം കേട്ടോ. അപ്പോൾ ഓൾ അമർത്തുന്നത് പൊടി വാട്ടർ നന്നായതുകൊണ്ട് തന്നെ പത്തിരിയൊക്കെ നല്ല ഉഷാറായി ഓൾ അമർത്തിയിട്ടും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് മുന്തിരിയൊക്കെ ഇവിടെ തളിച്ച് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വന്നിരിക്കണം. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടാ. പിന്നെ ഞാൻ കാണിക്കുന്നത് പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടാ. പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് നമ്മൾ ഉന്നക്കായ് സെറ്റാക്കി വെച്ചിരിക്കണേ. ഉന്നക്കായ് കുറച്ച് പഴുത്ത പഴമായതുകൊണ്ട് ആകെ പണി കിട്ടിയിട്ടാണ്. കാരണം ശരിയാവണില്ല. അവസാനം ഞാൻ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തുകൊണ്ടൊക്കെ റെഡിയാക്കി എടുത്തത്. അങ്ങനെ മാഷാ അല്ലാഹ് കുഴപ്പമില്ല കേട്ടോ. അണ്ടിയും മുന്തിരിയും അതുപോലെ തേങ്ങയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ഉന്നക്കായൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉന്നക്കായ് സെറ്റാക്കൽ. അങ്ങനെ ഇതാ നോമ്പറക്കാനായി തുടങ്ങി. ഇന്നെല്ലാം ഞാൻ ഇക്കന്ന് വരാൻ വൈകിട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസ് മുന്തിരിയൊക്കെ നേരത്തെ കിട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാ പണിയും തീർത്തിട്ടുണ്ട് കേട്ടോ. കറി പിന്നെ ഇറച്ചിക്കറി തന്നെയാണ്. അതും ബീഫിൻ്റെ വറുത്തരച്ചിട്ട് കറി അങ്ങോട്ട് വെച്ച് പിന്നെ ഇതാ നമ്മുടെ ഉന്നക്കായ ഇവിടെ സെറ്റാക്കി. പിന്നെ ഇക്ക വന്നപ്പോൾ പൊക്കവട കൊണ്ടുവന്നിന് കേട്ടോ. അധിക ദിവസം പൊക്കവട വാങ്ങിക്കൊണ്ടിട്ട് വരുമ്പോൾ പിന്നെ ഇതാ നമ്മുടെ പത്തിരി ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണ്. അപ്പോൾ ഒക്കെ ഇത് ഇറച്ചിക്കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. പുറത്തുകാലും മുന്തിരിയും ബത്തക്കയൊക്കെ ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നതേന്ന്. അങ്ങനെ എല്ലാം റെഡിയാക്കി നോമ്പറക്കാനുള്ള വെള്ളവും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ജ്യൂസ് ഇവിടെ അടിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചത് കേട്ടോ. മുന്തിരി ജ്യൂസാണ്. അപ്പോൾ ഇപ്രാവശ്യം മുന്തിരി ജ്യൂസ് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജ്യൂസാണ് കേട്ടോ മുന്തിരി ജ്യൂസ്. പിന്നെ പാലൊക്കെ കൊണ്ടുവന്ന് പാൽ ഇവിടെ ഇല്ലായിരുന്നു. വന്നതിന് ശേഷമാണ് പാലൊക്കെ കിട്ടിയത്. അങ്ങനെ പാലൊക്കെ പറന്ന് ചായയൊക്കെ റെഡിയാക്കി. നോമ്പിന് ഇവിടെ പാൽ ചായ നിർബന്ധമാണ് ഇക്കാക്ക് കേട്ടോ. അങ്ങനെ ഒക്കെ ടേബിളുമൊക്കെ വെച്ച് നോമ്പറക്കാനായി തുടങ്ങി. മക്കളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ ഭയങ്കര കുഴക്കുണ്ടെന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ക്ഷീണമാണ് കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ പറക്കാൻ 5 മിനിറ്റ് ആകുമ്പോൾ മക്കളെല്ലാവരും കളിയൊക്കെ നിർത്തിയിട്ട് വന്നിക്കണം. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് പൊന്നൂസാണെങ്കിലോ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ കേട്ടോ. ഓള് നോമ്പറക്കാനാ ഓളവിടെ കിടന്ന് ഉറങ്ങിക്കണം. അതിലുണ്ടാവും വെള്ളം. ഹലോ. അങ്ങനെ നോമ്പൊക്കെ പറഞ്ഞ് എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് ഓത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കാണ്ട് ഷവാങ്കൊക്കെ കൊടുത്തിട്ടാ. അപ്പം ചിലവരൊക്കെ ചായക്കടി തിന്നിക്കണേ, ചിലവർ ആ വൈകുന്നേരം ജ്യൂസും ഫ്രൂട്ട്സും തിന്നത് തന്നെയാണ്. ഇരിപ്പ് തന്നെയാണ്. ഇനി കിടക്കാൻ നേരത്തെ തിന്നുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി അച്ചുട്ടി നോമ്പറക്കാനൊക്കെ നോമ്പ് നോൽക്കാനൊക്കെ അത്താഴത്തിനൊക്കെ നീച്ച് പഴവും ചായയൊക്കെ തിന്ന് കിടന്നതാണ്. രാവിലെ ഓള് നീച്ച് വന്നിക്കാണ് നോമ്പ് മുറിച്ചാ. ഓള് നോമ്പ് മുറിച്ചിട്ട് ഗൈസ്. പിന്നെ പിന്നെന്താ പറയാ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഓൾക്ക് നോമ്പ് വെക്കാൻ പൂതി കൂടി അത്താഴത്തിനൊക്കെ നീച്ചു. പക്ഷെ
പക്ഷെ ഓള് നോമ്പൊക്കെ മുറിച്ചിട്ടാ. പിന്നെ എന്താ പറയാ, അപ്പൊ അങ്ങനെയൊക്കെ മൂന്നാമത്തെ നോമ്പും അൽഹംദുലില്ലാ റാത്തായി കഴിഞ്ഞു. അല്ല എത്ര നോറ്റ്? അല്ല ഫുള്ള് നോറ്റ്. പൊന്നൂസ് ഫുള്ള് നോറ്റ്. ആദ്യകുട്ടനെ ഫുള്ള് നോറ്റ്. പിന്നെ അച്ചുട്ടി ഒറ്റ ഒന്നും നോറ്റിട്ടില്ല കായ്. ഒന്ന് അത്താഴത്ത് നീച്ച് നോമ്പ് പോറ്റിട്ടില്ല കേട്ടാ. നോമ്പ് പോറ്റ്. ഞങ്ങൾ 27 എന്തോ 27 നമുക്ക് ഓളക്കോണം നോപ്പിച്ചാണ് നോമ്പ്. പിന്നെന്തൊക്കെ പറയാ, പിന്നെന്താണ് പറയാ, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി പെൽച്ചക്കുള്ള ചോറും കൂട്ടാനൊക്കെ സെറ്റ് ആക്കണ തിരക്കാണ്. പെൽച്ചക്ക് ചോറ് ഇവിടെ റെഡി ആക്കണ്. ഇനി കറിയും മീനും ഒക്കെ ഉണ്ടാക്കാണ്ട്. മീനൊക്കെ പിന്നെ ഞാൻ പൊരിച്ചിട്ട് രാത്രി എണീറ്റിട്ടോ പൊരിച്ചിട്ട്. പക്ഷെ എന്നാലും റെഡിയാക്കി മസാലയൊക്കെ കൂട്ടി വെക്കാനുണ്ട്. അയില മീനൊക്കെ കൊണ്ടുവന്നിക്കണ ഇക്ക. അപ്പൊ അയിലയും പയറും കൊണ്ടുവന്നിക്കണ്. പയർ ഉപ്പേരി ഉണ്ടാക്കണം, തക്കാളി താളിപ്പും ഉണ്ടാക്കണം, അയില മീന് പൊരിച്ച് നല്ല പച്ചമാങ്ങ അറുത്ത് കൊടുന്നിക്കണ കേട്ടാ. അപ്പൊ മാങ്ങ ഇട്ടുകാണ്ട് ഞങ്ങള് അയില വറ്റിക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കണത് കേട്ടാ. പിന്നെ ഇപ്പൊ എന്താ പറയാ, അതൊക്കെ തന്നെ. ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാരും നോമ്പ് മുറിച്ചട്ടെ എന്നുള്ള പരാതി എന്നിട്ട്. സ്കൂളില്ലാത്തത് കൊണ്ട് നേരം പോവാത്തത് കൊണ്ടേ അങ്ങനെ പൊന്നൂസ് ഉച്ചക്ക് തന്നെ ഉറങ്ങി. ഇപ്പൊ നീച്ചു വരുന്നുള്ളൂ. അല്ലൂട്ടൻ പിന്നെ ടിവിയും കണ്ട് നേരം കഴിച്ച്, ഫോണില് ഗെയിമും കളിച്ച്. അച്ചുട്ടി പിന്നെ കളിച്ച് ഫോണും കണ്ടിട്ട് ഇങ്ങനെ നേരം കഴിച്ച്. അപ്പം വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ള കേട്ടാ. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അതുവരേക്കും ബൈ ബൈ.